ഇതൊരു ചെറിയ ഫുഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി അമൃതസറിൽ ഇങ്ങനെ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരമൊക്കെ വെറുതെ ഇങ്ങനെ നടന്നു. അപ്പം നമുക്ക് ഏതായാലും രാത്രി ഭക്ഷണം കഴിച്ചിട്ട് തന്നെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ കയറിയിട്ടാ. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ഐറ്റംസ് എന്നൊന്നും നമുക്കറിയില്ല. ഇവിടുത്തെ പഞ്ചാബി ഡിഷസൊക്കെ ആയിരിക്കും. എന്നാൽ നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കഴിക്കാമെന്ന് വെച്ച് കയറിയതാണ്. അപ്പോൾ മെനു ഇങ്ങനെ നോക്കിയിരിക്കാൻ ഏട്ടൻ. ഇതിൽ നമുക്ക് പരിചയമുള്ള ഐറ്റംസും പരിചയമില്ലാത്ത ഐറ്റംസും ഒക്കെ ആയിട്ട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് നമ്മൾ ഒരു ഫ്രൈഡ് റൈസിനും പിന്നെ ഒരു വെജ് പുലാവിനൊക്കെയാണ് ഓർഡർ കൊടുത്തിരുന്നത്. പിന്നെ ഒരു പനീർ കബാബും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോട്ടലൊക്കെ നമ്മുടെ നാട്ടിലെ ഹോട്ടൽ പോലെയല്ല, ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഫുഡ് വന്നു. ഇത് വെജ് ഫ്രൈഡ് റൈസാണ്. പുലാവ് വരാനുണ്ട്. അവിടെ കാണുന്നതാണ് പനീർ കബാബ് കേട്ടോ. ഇവിടുത്തെ കബാബ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ലൈറ്റായിട്ട് കഴിക്കുന്നില്ല, രാത്രിയല്ലേ. അപ്പം നമ്മൾ 3 പേരും കൂടി കഴിച്ചത്. അതിന് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മളിത് ഇങ്ങനെ ഒരു സാധനം കണ്ടു കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ പരിപ്പ് വട പോലെ ഉണ്ട് കണ്ടാലേ, പക്ഷെ പരിപ്പ് വടയല്ല, അതിൻ്റെ പരിപ്പ് വട തന്നെ ഉണ്ടാക്കിയ വേറൊരു വടയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ നമുക്കറിയില്ലല്ലോ. വാങ്ങിയിട്ട് പിന്നെ വെറുതെ കളയണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് ഏകദേശം ഒരു പ്ലേറ്റ് ഏതായാലും വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവരിത് ഇതുപോലെ ചൂടാക്കി തരുന്നുണ്ടേ. ചൂടാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ ഇതുപോലെ കുറച്ച് വടകളും വെച്ച് പിന്നെ കുറച്ച് എന്തൊക്കെയോ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് അവർ നമുക്ക് തരുക. നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ പോകുന്ന വഴിയൊക്കെ നമുക്ക് ലൈനായിട്ട് ഇങ്ങനെ കാണും. നല്ല ടോർച്ചായിരുന്നു. കുറേ കാലത്ത് അവൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒരു ടോർച്ച് വാങ്ങണമെന്ന്. ഇതാണ് ഇവിടുത്തെ രാത്രി കാഴ്ച. ഇതിൻ്റെ ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഏത് നാട്ടിൽ പോയാലും അവിടെ കിട്ടുന്ന വെറൈറ്റി ആയ ടേസ്റ്റ് ഫുഡൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് നല്ലതല്ലേ, ഒരു രസമല്ലേ അതൊക്കെ. അപ്പോൾ ഇതാ നമ്മളെ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വടയും പിന്നെ നമ്മൾ സിർക്കില്ല വിനാഗിരിയിലിട്ട ക്യാരറ്റും ഉള്ളിയും അതൊക്കെയാണ് ഇവരിൻ്റെ കൂടെ തരുന്നത്. പിന്നെ ഒരു 2-3 തരം ചട്നിയും ഇതൊക്കെ അതിലിട്ടിട്ടാണ് ഈ വടേൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ടത്. ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കഴിച്ച് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിലും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വെറൈറ്റി ഫുഡൊക്കെ നമുക്കിങ്ങനെ കിട്ടുമേ. നമ്മൾ കാണുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ കഴിക്കുമ്പോൾ. നമ്മൾ ആദ്യം ഇത് വാങ്ങുമ്പോൾ വിചാരിച്ചില്ല ടേസ്റ്റ് ഉണ്ടാവുന്നേ. അപ്പോൾ വാങ്ങി നോക്കി അച്ചുവിന് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കണം. എന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചട്നിയിലൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനോട് ചോദിച്ചു നോക്കട്ടെ. ഏട്ടനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കൂടെ കഴിക്കണം. അച്ചുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ചു 2ാമതും വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് ഏതായാലും ഞാനും കൂടെ വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും കണ്ട പാനിപ്പൂരിക്കാർ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത്. ഓ അച്ചു അടിപൊളിയാണല്ലോ. വെറൈറ്റി ഓട്ടോ ഇതിൽ കയറണമായിരുന്നു അല്ലേ നമുക്ക് ഒരു പ്രാവശ്യം.